തെക്കുപടിഞ്ഞാറൻ കൊളംബിയയിലെ ഗുവാപ്പിയിലുണ്ടായ സ്ഫോടനത്തിൽ മെത്രാന്റെ വസതിയും ഓഫീസുകളും തകർന്നു. പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ബിഷപ്പിന്റെ വസതിയുടെ വലിയൊരു ഭാഗവും ഗുവാപ്പിയിലെ അപ്പസ്തോലിക് വികാരിയേറ്റിന്റെ ഓഫീസുകളും നശിപ്പിക്കപ്പെടുകയും ചെയ്തതായി ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് വ്യക്തമാക്കി. സ്ഫോടനത്തിൽ ബിഷപ്സ് ഹൌസിന്റെയും മതിലുകൾ, വാതിലുകൾ, ജനലുകൾ, മേൽക്കൂരകൾ എന്നിവ തകർന്നുവെന്ന് ഗുവാപ്പിയിലെ പ്രോ വികാർ ചുമതല വഹിക്കുന്ന ഫാദർ അനുൽഫോ മൊറോനോ വെളിപ്പെടുത്തി. പസഫിക് തീരത്തിനടുത്തുള്ള പ്രദേശത്താണ് ഗുവാപ്പിയിലെ അപ്പസ്തോലിക് വികാരിയേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിരവധി മേഖലകളിലേക്ക് സഹായം എത്തിക്കാറുമുണ്ട്. അടുത്തിടെ നടന്ന ഈ ആക്രമണം ഒരു വിമത സംഘം നടത്തിയതാണെന്നും ഇത് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ളതാകാമെന്നുമാണ് സൂചന. കൂരിയായിൽ സേവനം ചെയ്യുന്ന വൈദികൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ സ്ഫോടനത്തിൽ വൈദികൻ രക്ഷപ്പെട്ടുവെന്നും ഭൗതികമായ കേടുപാടുകൾ പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യജീവൻ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ല എന്നും ഫാദർ അനുൽഫോ കൂട്ടിച്ചേർത്തു. ദൈവത്തിന്റെ സഹായത്താൽ തങ്ങൾ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാപ്പി സ്ഥിതി ചെയ്യുന്ന കോക്ക പസഫിക് മേഖല കഴിഞ്ഞ 40 വർഷമായി നിരവധി സംഘർഷങ്ങളുടെ കേന്ദ്രമാണ്. 1980 മുതൽ മയക്കുമരുന്ന് കടത്തുകാർ ഈ പ്രദേശത്തെ കടൽ തീരത്തേക്കുള്ള തുറമുഖമായി ഉപയോഗിക്കുന്നുണ്ട്. കലാപകാരികളുടെ കടന്നുകയറ്റവും അനധികൃത ഖനനവും പ്രദേശത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാക്കി. നിലവിൽ കൊളംബിയൻ റവല്യൂഷണറി ആംഡ് ഫോഴ്സും നാഷണൽ ലിബറേഷൻ ആർമിയും സായുധ വിമത ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതലായി നടക്കുന്ന വേദി കൂടിയാണ് ഗുവാപ്പി. ഏറ്റവും ദുർബലരായ ആളുകളെ സംഘർഷം വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.